നല്ല മഴയുള്ള സമയത്ത്, അതായത് റെഡ് അലേർട്ട് വരെ പറഞ്ഞിട്ടുള്ളൊരു സമയത്താണ് ഇവർ കോഴിക്കോട് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വരുന്നത് കേട്ടോ. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അന്ന് അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നൊരു മഴ ഉണ്ടായിരുന്നില്ല. മഴ പെയ്തിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. പക്ഷേ ഒന്നെങ്കിൽ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലുള്ളപ്പം അല്ലെങ്കിൽ മോളിൻ്റെ ഉള്ളിലുള്ളപ്പം അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു സിറ്റുവേഷൻ മഴ കാരണം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഈവനിങ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് അമ്പലത്തിലേക്കാണ്. കരിക്കകം അമ്പലമാണ് ഇവിടെ ഏറ്റവും നിയർ ബൈ ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് കരിക്കകത്ത് പോകാമെന്ന്. അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ വന്നിട്ട് ആദ്യം കരിക്കകത്ത് പോവുക, പിന്നെ ആറ്റുകാൽ പോവുക, എന്നിട്ട് പഴവങ്ങാടി പോകാമെന്നാണ്. കാരണം ഇൻ കേസ് ലേറ്റ് ആയാൽ പഴവങ്ങാടി ഇന്ന് പോയിട്ടില്ലെങ്കിലും സൺഡേ മോർണിംഗ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് പോകാമല്ലോ, വളരെ അടുത്താണല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കരിക്കകത്താണ് പോയത്. കരിക്കകത്ത് പോയിട്ട് നമ്മൾ നേരെ ആറ്റുകാലിലേക്കാണ് പോകുന്നത്. അപ്പം ചെറുതായിട്ടൊരു മഴ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ കാറ് കയറി കഴിഞ്ഞാലായിരുന്നു മഴ ഉണ്ടായിരുന്നു. ആറ്റുകാൽ അമ്പലത്തിൽ ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാൻ എപ്പോഴും പോയിട്ടുള്ളത് കരിക്കകവും പഴവങ്ങാടിയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. ആറ്റുകാൽ എന്തോ ഞാൻ ഇതുവരെ പോകാൻ പോയിട്ടില്ല. അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. എപ്പോഴും കേൾക്കുന്നതാണ് ആറ്റുകാൽ പൊങ്കാല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആദ്യമായിട്ട് ഇന്നാണ് അതിന് പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായത്. അങ്ങനെ പോയപ്പോൾ നമ്മൾ അവിടെ ഒരു ചോദിച്ച സമയത്ത് നാരങ്ങ വിളക്ക് എന്ന് പറഞ്ഞിട്ട് നാരങ്ങ അങ്ങനെ എന്തോ ആ പേര് പറഞ്ഞവർ. അപ്പം നമ്മൾ അതൊക്കെ കത്തിച്ചു. ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ സംഭവം ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നല്ല സമാധാനമായിട്ട് അവിടെയും തൊഴുതു. അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മൾ പഴവങ്ങാടിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഓൾമോസ്റ്റ് 7:58 ആവാനായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു പഴവങ്ങാടി പോയാൽ തൊഴാൻ പറ്റുമോ, അടയ്ക്കുമോ നടാന്നൊക്കെ. പക്ഷേ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, ഭാഗ്യം കൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല. നമ്മൾ എത്തിയപ്പം അടച്ചിട്ടൊന്നുമില്ല നട. പിന്നെ നമ്മൾ നേരെ പഴവങ്ങാടിയിൽ തേങ്ങ ഉടച്ചു, തേങ്ങയൊക്കെ വാങ്ങിയിട്ട് തേങ്ങയൊക്കെ ഉടച്ചു. അങ്ങനെ അതും സമാധാനമായിട്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ പോയത് മഹാബോലി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതുവരെ ഈ ഷോപ്പിൽ നിന്ന് ബോലി കഴിക്കണം വിചാരിച്ചിട്ട് കഴിക്കാൻ പറ്റിയിട്ടില്ല. ആകെ ഒറ്റ പ്രാവശ്യം ഓഫീസിലൊരു ഓണം പരിപാടിക്കാണ് ഞാൻ ബോലി കഴിച്ചിട്ടുള്ളത്. അപ്പം മഹാബോലി കഴിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുമ്പോൾ രാവിലെ ഏർലി മോർണിംഗ് ആയിരിക്കും വരിക. പക്ഷേ മഹാബോലിൻ്റെ ഷോപ്പ് തുറക്കുക 8:45 ആണ്. അപ്പോഴത്തേക്കൊക്കെ നമ്മൾ തൊഴുത് ഇറങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇന്നാണ് ഇവിടെ പോകാനുള്ളൊരു ഇതുണ്ടായത്. പക്ഷേ ഭാഗ്യം കൊണ്ട് അത് കിട്ടിയില്ല, അത് കഴിഞ്ഞു പോയി. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് പേടയാട്ടോ കഴിച്ചത്. അങ്ങനെ അത് കഴിച്ച് നമ്മൾ നേരെ പോകുന്ന ഫ്ലാറ്റിലേക്കാണ്. ഫ്ലാറ്റിൽ ഇവർ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായ കാര്യം എന്താ വെച്ചാൽ ഫ്ലാറ്റിൽ കൊണ്ടുപോകുമ്പം ആ പോകുന്ന വഴിക്ക് ടെക്നോ പാർക്കൊക്കെ കാണിച്ചു കൊടുത്തു, ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അവരെൻ്റെ ഓഫീസ് ഒന്നും കണ്ടിട്ടില്ലല്ലോ. പുറത്തുനിന്ന് ജസ്റ്റ് ടെക്നോ പാർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തു, അത്ര തന്നെ. ഉള്ളോട്ടേക്കൊന്നും പോയിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ലുലു മോളിലേക്കായിരുന്നു. കാരണം നമ്മൾ അവിടെ നിന്നാണ് ഫുഡ് കഴിക്കാൻ വിചാരിച്ചത്. കാരണം പാരഗൺ ഉണ്ടല്ലോ, പാരഗണിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വെച്ചു.